നമ്മൾ മൂലൻസിൽ നിന്ന് നൈതിക്ക് 1 kg ധാന്യക്കൂട്ട് വാങ്ങിയിട്ടുണ്ടായില്ല, അതിൻ്റെ ഉള്ളിലുള്ളതാണിത് കേട്ടോ. കൂടുതലും റാഗിയാണ്, പിന്നെ നട്ട്സ് എല്ലാ ധാന്യങ്ങളും ഉണ്ട്, മുതിരടക്കം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്താലോ. അതിൻ്റെ ഇടയിൽ നൈതിക്കൂട്ടം കണ്ടാവുക, ആൾ തുറക്കുമ്പോൾ കണ്ടയുടെ അങ്ങോട്ട് ഉടുപ്പ് എൻ്റെ അടുത്തിരിക്കേണ്ടത് അല്ലേ. ഞാൻ നൈതി ഒരുമിച്ച ഡബ് ചെയ്യണേ, ഡബ്ബിങ്ങാണ് അല്ലേ നമ്മൾ ചെയ്യണ, വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണ്ട കേട്ടോ. ചൂടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലവർ വെയിലത്തൊന്ന് വയ്ക്കും, കാരണം പെട്ടെന്ന് പൊടി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം 2 ദിവസമായി ഞാനിത് ആ പാക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണു. അപ്പോൾ ഇപ്പോൾ തണവും കൂടിയല്ലേ, അപ്പോൾ തണവ് എന്തെങ്കിലും കയറിയിട്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് പൊടിയാണ്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെന്ന് മാത്രം. ഇതൊരു ഇൻസ്റ്റൻറ്റ് സിർലാക്ക് അല്ല, നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ചൂടാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഡയറക്റ്റ് പൊടിക്കുക കേട്ടോ. അതെല്ലാം അവർ എഴുതിയിട്ടുണ്ട്, ഡയറക്ഷനിൽ എഴുതിയിട്ടുണ്ട്, ഡയറക്റ്റ് പൊടിച്ചെടുക്കാം. ഞാൻ പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് 1 kg നമ്മൾ വാങ്ങിയിട്ടുണ്ടായേ. ഇതിൻ്റെ പൊടി വാങ്ങാറുണ്ട് നമ്മൾ. അന്ന് ഞാൻ പൊടി എത്രയാണ് കാണിച്ചേ? 1 kg ഇല്ല, 400 ഗ്രാമോ 500 ഗ്രാമോ എത്രയെങ്ങാണ്ടായിരുന്നു, 140 രൂപ. ഇത് 190 200 എങ്ങാണ്ടാണ് 1 kg. ഇത് അവൻ്റെ ഒരു വലിയൊരു പാത്രം ഉണ്ട്, 1 kg ഓളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ പാത്രം. 1 അതോ 500 ഗ്രാമോ അതിന് മുകളിലുള്ളതാണ്. ആ പാത്രത്തിൽ ഈ പൊടിയുണ്ട്, പ്ലസ് എക്സ്ട്രാ വേറെ പാത്രത്തിലും, വേറെ ഒരു 500 ഗ്രാമിൻ്റെ പാത്രത്തിലും കൊള്ളണ രീതിയിൽ നമുക്ക് പൊടി കിട്ടി. അപ്പോൾ എന്തുകൊണ്ടും ഇത് വാങ്ങുന്നതാണ് പൊടി വാങ്ങുന്നതിനേക്കാൾ ലാഭം കേട്ടോ. ലാഭവും പിന്നെ പൈസ നോക്കുമ്പോഴായാലും അതായിരിക്കും. പൊടി പിന്നെ അവർ പൊടിച്ചെടുക്കണതിൻ്റെ പൈസ, അവരുടെ എഫേർട്ടിൻ്റെ പൈസ അവരെടുക്കുമല്ലോ. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പമില്ലല്ലോ. എന്തായാലും നമ്മൾ സുജാതയുടെ മിക്സി വാങ്ങിയിട്ട്, സുജാതയുടെ മിക്സിക്ക് കുഴപ്പമില്ല, ജാർ ഉപയോഗിക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. താഴത്തെ പൊട്ടി പോവുക. ഇങ്ങനെയൊക്കെ പണ്ടായിരിക്കാറുണ്ട്. ഞാൻ കൈക്ക് തട്ടി ചെക്കരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കും, എന്നിട്ട് അവസാനം ഞാൻ ആ ചട്ടുക എടുത്തിട്ട് തന്നെ അരിച്ച്. ഇത് ജ്യൂസ് അരിപ്പിയാണ്. നമ്മുടെ ശരിക്കും അരിക്കണ അരിപ്പുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. തരി വരും, ലാസ്റ്റ് കുറച്ച് തരി ഉണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ കളയാം, ഇങ്ങനെ തരി ഉണ്ടായിരിക്കും കേട്ടോ. കളയണമെന്നൊന്നുമില്ല, നമുക്കും ഇത് കഴിക്കാം, നല്ലതല്ലേ. അത് പാലിൽ കുറുക്കി കഴിച്ചാൽ മതി. ഇതിപ്പോൾ അതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് മാത്രമല്ല. പിന്നെ ഇച്ചിരി ഷുഗർ ആഡ് ചെയ്യാം. അവർ കുഞ്ഞൊരു 2-3-4 കൽക്കണ്ടത്തിൻ്റെ ഒരു നെയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് കൊടുത്ത് ശീലമുള്ളവരാണ് മധുരം എന്നുണ്ടെങ്കിൽ അത് മതിയാവില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത്തിരി ഇടേണ്ടി വരും. ഉപ്പും മധുരം അധികം ഞാൻ കൊടുക്കാറില്ല. പാലായാലും ഇത് മധുരമൊന്നും ഇല്ലാണ്ടാണ് കൊടുക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇട്ടില്ല കേട്ടോ. ഞാൻ വെള്ളത്തിലാണ് കുറുക്ക് സാധാരണ കലക്കാറ്. റാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി പാൽ കൊടുക്കും, പാലും കൂടി ആ ഒരു ടേസ്റ്റിന് കലക്കും. പക്ഷേ ഷുഗർ അധികം ഇടാറില്ല. പിന്നെ പാലിലായാലും ഷുഗർ ഇടാറില്ല. പാലൊരു കപ്പ് സെപ്പറേറ്റാണ് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചോ.